Morning. Good morning, Miss. Good morning, Morning. ma'am. Good morning, ma'am. Morning, ma'am. Morning. Prayer. Prayer ആരാണ്? പക്ഷെ പ്രേയറിന് ആരും ഇല്ല. ഞാൻ പാടട്ടെ, രണ്ടുപേരും പാട്ട് പാടട്ടെ. പ്രേയർ പഠിക്കോ? നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജനാഥന്റേനമായി ഭവിച്ചിടാൻ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Okay. Thought of the day. Good morning, all. Good morning, ma'am. Thought of the day. Be the best of whatever you are. If you can't be a sun, be a star. Be the best of what you are. Martin Luther King. Thank you. Okay. Signing. Good morning, ma'am. And good morning, my dear friends. ഇന്ന് ഞാനൊരു പാട്ടിലൂടെയാണ് സൈൻ ചെയ്യുന്നത്. കൊലുസ് കിട്ടിയ വർണ്ണ സുന്ദരി ചിഞ്ചിലമോട് മധുര നമ്പര മുതിരും പാട്ടി നിശലും കൊണ്ടുവാ. മണക്കും പരക്കും തെന്നലിൽ ഉലയും തട്ടത്തി നീളെ ഉദിച്ച നക്ഷത്രമുഖം തോറും പ്രണയം കൊണ്ടുവാ. അഴകിൻ വസന്തമേ അനുരാഗരൂപിണി ചന്ദ്രിക ചാറിൽ കുളിച്ചുവാ. നിലയിലെയും അജനുമായിടാം ചന്ദന കാറ്റിൽ ഒഴുകുവാൻ നീ സുഹറുമജിതുമായിടാം. ലാവുദിക്കണ നേരമായിതാ പ്രിയ സാചിത മാല കോർത്തു ചാരിടാം മാറിലായി ചാരിടാം ഓർത്തു പിച്ച വെച്ച് ബൈത്തിടാം. Thank you, man. Thank you, my dear. Have a good day and advance Happy New Year all. Okay. Good morning to all. Morning. Morning. കേൾക്കുന്നില്ലേ? Good morning, ma'am. Good morning. കുറേ നാളുകളായി. എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? നല്ലതായിരുന്നു, മാം. നല്ലതായിരുന്നു. നിങ്ങള് ക്ലാസ്സിൽ സെലിബ്രേറ്റ് ചെയ്തോ ക്രിസ്മസ്? ചെയ്തു മിസ്. ജിഷ മിസ്സിന്റെ ക്ലാസ്. വെക്കേഷൻ ഇപ്പൊ വെക്കേഷൻ അല്ലേ നിങ്ങൾക്ക്? സോറി, സ്കൂൾ കുട്ടികൾക്കൊക്കെ? അതെ മാം. അതെ അതെ, നെക്സ്റ്റ് മൺഡേ തുറക്കത്തുള്ളൂ. പിന്നെ എന്താണ് വിശേഷം? ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്മാർട്ട് സ്ട്രീറ്റിലെ ക്രിസ്മസ് അടിപൊളിയായിരുന്നു. ഡ്രസ് കോഡ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? സ്റ്റാറ്റസ് കണ്ടിരുന്നു നിഷാ മിസ്സിന്റെ. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരുടെ ഫോട്ടോസ്. ഗ്രീൻ കളറില്. ഡ്രസ് കോഡൊന്നുമല്ല, അങ്ങനെ ഇട്ടുന്നുള്ളൂ. സാധാരണ എല്ലാവരും റെഡ് ആണ് ഇടാറ്. ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തതെന്നല്ല, ഇടുന്നവരിട്ടോളം പറഞ്ഞിട്ടുള്ള പോലെ. ഇപ്രാവശ്യം ഡ്രസ് കോഡ് ഉണ്ടായില്ല. അല്ലെങ്കിൽ മാം നമുക്ക് ക്രിസ്ത്യൻ മാം ആയിരിക്കും റെഡ് ഓർ വൈറ്റ് അല്ലെങ്കിൽ വേറെ എന്തൊരു കോമ്പിനേഷൻസ് പറയും. പ്രാവശ്യം ഇഷ്ടമുള്ളത് ഇട്ടോളം പറഞ്ഞത്. പക്ഷെ എല്ലാവരും ഇട്ടോന്നപ്പോ ഗ്രീൻ ആയി.
ഫോട്ടോ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും? സ്റ്റാറ്റസ് ഉണ്ടോ? ആ ഞാൻ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ജിഷ്ടാ മിസ്സിന്റെ നമ്പർ സേവാ, അപ്പം സ്റ്റാറ്റസ് ആ, ഉണ്ട്. okay. വേറെ എല്ലാവർക്കും സുഖമല്ലേ ബാക്കി? അതെ, മാമിന് സുഖല്ലേ? ആ, സുഖമായിരിക്കും. സുഖം എന്ന് വെച്ചാൽ എന്റെ കാലം ചെറിയ ഫ്രാക്ചർ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. എന്നാലും ഇവിടെ ഓഫീസിൽ വെച്ചൊന്ന് ഇടിച്ചതാ. ടേബിൾ ഉണ്ട് ഇവിടെ. ടേബിളിൽ വെച്ചൊന്ന് ഇടിച്ചപ്പോ അപ്പൊ പെയിൻ ഉണ്ടായില്ല. അപ്പൊ നന്നായിട്ട് മരവിച്ചു. നമ്മൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് പെട്ടെന്ന് കാല് മരവിക്കുമല്ലോ. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ നീര് വന്നു. പിന്നെ എക്സ്റേ എടുത്തപ്പോ ചെറിയ ഫ്രാക്ചർ ഉണ്ട്. ചെറിയ രീതിയിലൊന്ന് പ്ലാസ്റ്റർ ഇട്ടാക്കിയാണ്. ചെറിയ വരകൾക്ക് അധികം വിലക്കുറവ് ഉണ്ടാവും നോക്കുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇടിച്ചിട്ട് തന്നെ ഉണ്ടായത്. അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. നിങ്ങളിപ്പോ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഇല്ലേ? വീട്ടിലില്ലേ കുട്ടികള്? വീട്ടില് കുട്ടികളില്ലേ ഇപ്പൊ? ഉണ്ട് ഉണ്ട്. യൂണിറ്റ് 2 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ആരെങ്കിലും എടുത്തോ? ഇല്ലല്ലോ. ഇല്ല. Yes. Physical development is refers to as process which brings progressive changes in external as well as internal body organs of an individual in order to enhance their capacity to function. Normally, physical changes occurs in the following dimensions. എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് ഫിസിക്കൽ എന്താണ്? ശാരീരികമായിട്ടുള്ള വികസനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്താ ഭയങ്കര ഡിസ്റ്റർബൻസ്? ശബ്ദം പറയുന്ന കേൾക്കുന്നില്ല കേട്ടോ. പ്രോഗ്രസീവ് ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് പറയുന്നു അല്ലെ? എവിടെയാണ് നമുക്ക് ഇവിടെ ചേഞ്ചസ് വരുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റിൽ ചേഞ്ചസ് ഉണ്ടാവുന്ന എവിടെയാണ്? ശൈശവം മുതൽ നമ്മുടെ ശൈശവം മുതൽ കാലത്ത് നമ്മുടെ തലച്ചോറിന്റെയും അല്ലെങ്കിൽ ശരീരത്തിന്റെയും ഒക്കെ ഒരു വളർച്ചയുടെ ഒക്കെ വികസനമാണ് എന്താ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാ ഇന്റേണൽ ബോഡി ഓർഗൻസിനും എന്താണ് അവരുടെ നോർമൽ ഫങ്ഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത് ഓരോ ഏജ് ഓരോ സ്റ്റേജസ് കഴിയുന്നതനുസരിച്ചിട്ടാണ് ഇവിടെയൊക്കെ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നത്. പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് എന്താ ശാരീരികമായിട്ടുള്ള വികസനം സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ശാരീരിക വികസനം ശരിക്കും പറഞ്ഞാല് നമ്മള് ചില കുട്ടികളിൽ നമുക്ക് ഈ മെൻസ്ട്രേഷൻ പീരീഡ്സിന് ശേഷം നമ്മൾ ഒരുപാട് ശാരീരികമായിട്ട് വ്യത്യാസങ്ങൾ കാണാറുണ്ട് അല്ലെ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. ആൺകുട്ടികൾക്ക് ഒരു 14 വയസ്സിന് ശേഷം ശാരീരികമായിട്ട് വികസിച്ചു ഹൈറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വലിയ കുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രൽ പീരീഡ് കഴിയുമ്പോൾ അവർക്ക് എന്താണ് ശാരീരികമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? മെൻസ്ട്രൽ പീരീഡിന് ശേഷം വലുതാകുന്നുണ്ട് അല്ലെ? പ്രത്യേകിച്ച് അവര് ബോഡി ഓർഗൻസ് എല്ലാം തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? നോർമൽ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു പീരീഡ്സിന് ശേഷം ഒരു 1-2 മാസം കഴിയുമ്പോഴേക്ക് എന്താണ് അവർക്ക് ശാരീരികമായിട്ട് നല്ല വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി നമ്മള് ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പൊതുവായിട്ടുള്ള കുറച്ച് സവിശേഷതകൾ എന്ന് പറയുന്നത് നമ്മുടെ 0 അതായത് കുട്ടികളെ ശൈശവം മുതൽ അങ്ങോട്ട് ഒരു 7 ഇയേഴ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 13 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലുള്ള കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസുകൾ ഫിസിക്കൽ ആയിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശൈശവകാലം മുതൽ നടക്കുന്ന അല്ലെങ്കിൽ എന്താണ് ബാഹ്യവും ആന്തരികവുമായിട്ട് എല്ലാ ഓർഗൻസിന്റെയും വികസനമാണ് എന്താ ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടുള്ള ബോഡി ഓർഗൻസിന്റെ ആ ഒരു നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു സമയമാണ് എന്താ ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എല്ലാവരുടെയും ബോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ,
ഓരോരുത്തരുടെ ശാരീരിക ഘടനയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുള്ളൂ ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് അവർക്ക് സംഭവിക്കുന്നത്. ഓക്കെ, എല്ലാവരും ഒരേ ശരീരം ഉള്ളതാണോ? എല്ലാവർക്കും ഒരേപോലെയാണോ ശരീരം ഉള്ളത്? ഒരേപോലെയാണോ? അല്ല മാം. അല്ല, പലർക്കും പല വലുപ്പമാണ് അല്ലെ, പല രീതിയിലാണ്, പല സൈസാണ്, പല പല രൂപഭാവത്തിലാണ് നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചിലവരില് എന്താണ് പെട്ടെന്ന് ഡെവലപ്മെന്റ്സ് നടക്കുന്നവരുണ്ട്. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, നമ്മളിപ്പോ 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയാലും ചെറിയ കുട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും അല്ലെ, ഹൈറ്റ് ഒന്നും വെക്കാതെ അധികം വണ്ണമൊന്നും ഇല്ലാതെ ചെറിയ കുട്ടികൾ, ഒരു 5, 4, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് 9ലെത്തിയാലും തോന്നും. എന്തുകൊണ്ടാണ്? അവരുടെ വികസനം കുറച്ച് ഫിസിക്കലായിട്ടുള്ള ഡെവലപ്മെന്റ്സ് കുറച്ച് കുറവാണ് അല്ലെ. അതൊന്ന് മറ്റെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഹെറിറ്ററി ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആ ഒരു കാറ്റഗറിയിൽ വരുന്നതുകൊണ്ടാവാം ചിലപ്പോൾ ആ കുട്ടികൾക്ക് എന്തില്ലാത്തത്, അതേപോലെ ഹൈറ്റും വെയിറ്റ്സ് ഒക്കെ ഒന്നും വെക്കാതെ. ചിലപ്പോൾ ഒരു പീരീഡ് കഴിയുന്ന സമയത്ത് ചിലപ്പോൾ സമയം എടുക്കുകയായിരിക്കും അല്ലെ, ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി ആ ഒരു സമയത്ത് എത്തുന്ന സമയത്തായാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം സംഭവിക്കും. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെയും ശരീരഘടനയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മളിനി പഠിക്കാൻ പോകുന്നത് എന്താണ്? ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഓക്കെ, എന്തൊക്കെ സവിശേഷതകളാണ് പ്രധാനമായിട്ട് ഫിസിക്കൽ ഡെവലപ്മെന്റിലുള്ളത്? ഒന്ന്, physical development is very shifting during infancy, 0 to 2 years. Period of pre-childhood, 3 to 6 years, is a period of fixation that what attained in infancy is stabilized. Middle childhood show again period of growth and development, but the rate of growth is slow in comparison to infancy. Later childhood is an again period of fixation. The first 3 years of adolescence are marked as the years of rapid growth and development. When physical growth ceases by when maturity is attained. Okay, first വരുന്ന എന്താണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ? ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് വെരി സ്വിഫ്റ്റ് ഡ്യൂറിങ് ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് വെരി സ്വിഫ്റ്റ് ഡ്യൂറിങ് ഇൻഫാൻസി എന്ന് പറയുന്നത് അതായത് 0 to 2 years ആ ഒരു കാലഘട്ടത്തിലാണ് കുട്ടികളില് ഏറ്റവും വേഗത്തിൽ എന്ത് നടക്കുന്നത്? ശാരീരിക വികസനം നടക്കുന്നത്. ഓക്കെ, അതായത് 0 വയസ്സിൽ പിന്നെ ജനിച്ച് 2 വയസ്സ് വരെ നടക്കുന്ന ആ എല്ലാ ഡെവലപ്മെന്റ്സ് ആ നടക്കുന്ന, അതായത് കുട്ടികളുടെ എന്താ പറയാ, ഇപ്പൊ ഹെഡ് കൺട്രോൾ ചെയ്ത് പിടിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടി നടക്കാൻ പഠിക്കുന്നത്, നിൽക്കാൻ പഠിക്കുന്നതൊക്കെ ഒരു പീരീഡിൽ പെട്ടെന്ന് ചിലപ്പോൾ നടക്കാറുണ്ട് അല്ലെ, നടക്കാറില്ലേ? ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവരുടെ ശാരീരിക ഘടനയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. ചില കുഞ്ഞുങ്ങൾ എന്താണ് എല്ലാം ഫാസ്റ്റ് ആയിട്ട് നടക്കും. എന്നാൽ പോലും ഭൂരിഭാഗം കുട്ടികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 2 വയസ്സ് വരെയുള്ള സമയത്താണ് അവരിൽ ഏറ്റവും വേഗത്തിൽ എന്ത് സംഭവിക്കുന്നത്? ശാരീരികമായിട്ടുള്ള വികസനം സംഭവിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് അതിന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സവിശേഷത എന്ന് പറയുന്നത്. ഈ 0 മുതൽ 2 വയസ്സ് വരെയുള്ള ഒരു സമയത്താണ് കുട്ടിയില് സ്വിഫ്റ്റ് മീൻസ് വേഗത്തിലാണ് എന്ത് നടക്കുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഓക്കെ, ഡ്യൂറിങ് ഇൻഫാൻസി പീരീഡിൽ. ഓക്കെ, ശിശുക്കളായിരുന്ന സമയത്ത് ഈ ഒരു 2 വയസ്സുള്ള ഒരു പീരീഡിലാണ് വേഗത്തില് ഫിസിക്കൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി പീരീഡ് ഓഫ് പ്രീ ചൈൽഡ്ഹുഡ്. പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ ചൈൽഡ്ഹുഡ് ഏത് പീരീഡ് ആണ്? പ്രീ ചൈൽഡ്ഹുഡ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? 3 to 6 ആണ്. 3 to 6 വരെയുള്ള കാലഘട്ടത്തില് എന്താണ്? പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. എന്താണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്? ഫിക്സേഷൻ എന്തിന്റെയൊക്കെ ഫിക്സേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്? ചില കാര്യങ്ങളിൽ അവർ ഫിക്സ്ഡ് ആവുന്നു. എങ്ങനെയാണത്? ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർ സ്റ്റേബിൾ ആവുന്നത്? സ്റ്റേബിൾ ആവുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ്? ഒരു 6 years ഒക്കെ ആവുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഫിസിക്കലി സ്റ്റേബിൾ ആവുന്നത് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ്? ഏതൊക്കെ കാര്യങ്ങളാണ്? വെള്ളം കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ഫുഡ് കഴിക്കാൻ, ഡ്രസ്സൊക്കെ ഇടാനൊക്കെ. ഫിസിക്കലി ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നടക്കാനൊക്കെ, നടക്കുന്നത്, ഓടുന്നത്, സ്വന്തമായിട്ട് ചെയ്യും. അവര് നിൽക്കുന്നത് അല്ലെ, വരയ്ക്കുന്നത്,
സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്നു, സപ്പോർട്ട് ഇല്ലാതെ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഇതൊക്കെ എന്താണ് സ്റ്റേബിൾ ആവില്ല അവർക്ക്. ഒരു 3 to 6 years ആവുന്ന സമയത്ത് 3 സ്റ്റാർട്ട് ചെയ്യും കുറച്ചും കൂടി, എങ്കിലും എന്താണ് 6 years ആവുമ്പോഴേക്കും എന്താണ് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനും കുറച്ചും കൂടി സ്റ്റേബിലൈസ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നടക്കുന്നതാണെങ്കിലും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു എന്താണ് സ്ഥിരത കൈവരിക്കുന്നുണ്ട്. ഓക്കെ, ഏത് സമയത്താണ് നോക്കണം, 3 to 6 years ആവുന്ന സമയത്ത്. ഓക്കെ, ഏത് പീരീഡിലാണ്? പ്രീ ചൈൽഡ്ഹുഡ് പീരീഡ് അല്ലെങ്കിൽ ശൈശവാവസ്ഥയിലാണ് എന്താ കുട്ടികളിൽ ഒരു ഫിക്സേഷനിലേക്ക് മറ്റു കാര്യങ്ങളില് അവർ കൂടുതൽ അറ്റൈൻ ചെയ്ത് സ്റ്റേബിൾ ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. ഇതെല്ലാം തന്നെ ശാരീരികമായിട്ട് ഡെവലപ്മെന്റ്സ് അവർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് കുട്ടികൾ ഇതൊക്കെ സ്റ്റേബിൾ ആയിട്ട് ചെയ്യുന്നത്. ഇനി മിഡിൽ ചൈൽഡ്ഹുഡ് പീരീഡ് ആകുമ്പോൾ, മിഡിൽ ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുമ്പോൾ ഏത് വയസ്സ് മുതലാണ്? 7 to 9 years ആണ് അല്ലെ, 7 വയസ്സ് മുതൽ 9 വയസ്സ് വരെ ആകുമ്പോൾ. So again in period of growth and development, but the rate of growth is slow in comparison to infancy. ഇനി മിഡിൽ ചൈൽഡ്ഹുഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? മിഡിൽ ചൈൽഡ്ഹുഡില് ഇവിടെ പിന്നീടും ഗ്രോത്തും ഡെവലപ്മെന്റും നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്, സ്ലോ ആയിരിക്കും. സ്ലോ ആണോ? എങ്ങനെയായിരിക്കും മിഡിൽ ചൈൽഡ്ഹുഡ് ആവുന്ന സമയത്ത്? ഒക്കെ വയ്ക്കാറുണ്ട്. ഇവിടെ വളർച്ചാ നിരക്ക് നമ്മുടെ ശൈശവാവസ്ഥ അല്ലെങ്കിൽ പ്രീ ചൈൽഡ്ഹുഡ് പീരീഡ് വെച്ച് നോക്കുന്ന സമയത്ത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അത്രയും രീതിയിൽ സ്പീഡി ഡെവലപ്മെന്റ് ഇവിടെ നടക്കുന്നില്ല അല്ലെ. അതായത് നമ്മുടെ പ്രീ ചൈൽഡ്ഹുഡ് പീരീഡിലെ പോലെയല്ല മിഡിൽ ചൈൽഡ്ഹുഡ് പീരീഡിൽ കുട്ടികളിലെ ശാരീരിക വികസനം സംഭവിക്കുന്നു. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ എന്താണ് കുറച്ച് ലോ ആയിട്ടുള്ള കുറഞ്ഞ രീതിയിലുള്ള വികസനം മാത്രമായിരിക്കുള്ളൂ ആ ഒരു പീരീഡിൽ നടക്കുന്നത്. ഓക്കെ, അതായത് ആ രണ്ട് പീരീഡും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വളർച്ചാ നിരക്ക് കുറവാണ്. ഓക്കെ, മിഡിൽ ചൈൽഡ്ഹുഡും പ്രീ ചൈൽഡ്ഹുഡും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഗ്രോത്തിന്റെ റേറ്റ് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇൻഫാൻസി പീരീഡിൽ എന്താണ് ഈ മിഡിൽ ചൈൽഡ്ഹുഡ് പീരീഡിൽ കുറച്ച് കുറഞ്ഞ നിരക്കിലാണ് അവർക്ക് വികസനം സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഈ മിഡിൽ ചൈൽഡ്ഹുഡ് പീരീഡിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നു? ലേറ്റർ ചൈൽഡ്ഹുഡിലേക്ക് പോകുന്നു അല്ലെ. ഇവിടെ എല്ലാം തന്നെ എന്താണ് നടക്കുന്നത്? ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് ഓരോ ഘട്ടങ്ങളിലും കുട്ടികൾക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? വികസനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില പീരീഡില് കൂടുതലായിട്ടുണ്ടാവും, ചില പീരീഡിൽ കുറയുന്ന പീരീഡാണ് എന്ത്? മിഡിൽ ചൈൽഡ്ഹുഡ്. മീൻസ് കുറയല്ല, അവിടെ അതിന്റെ നിരക്ക് കുറവായിരിക്കും, കുറച്ച് ലോ ആയിട്ടുള്ള രീതിയിലായിരിക്കും, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആയിരിക്കില്ല, കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ എന്താണ് മിഡിൽ ചൈൽഡ്ഹുഡ് പീരീഡ് കുട്ടികളിൽ ഗ്രോത്ത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് സ്റ്റേറ്റ്സ് മാറുന്നത് കേട്ടോ. ഇനി ലേറ്റർ ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? 10 to 13 years അല്ലെ, 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കാലഘട്ടത്തില് അവിടെയും എന്താണ് സംഭവിക്കുന്നത്? പീരീഡ് ഓഫ് ഫിക്സേഷൻ. അവിടെ എന്താണ് നടക്കുന്നത്? ലേറ്റർ ചൈൽഡ്ഹുഡില് എന്താ നടക്കുന്നത്? സ്റ്റേബിൾ ഗ്രോത്ത്. കുട്ടികൾ ഒന്നുകൂടി എന്താണ് സ്റ്റേബിൾ ആവുന്നല്ലേ. അതായത് പിന്നീടുള്ള ഒരു ബാല്യകാലത്ത് വീണ്ടും അവർക്ക് എന്താണ് സ്ഥിരത കൈവരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് എന്താ ലേറ്റർ ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പിന്നീടുള്ള ഒരു ബാല്യകാലം, ചൈൽഡ്ഹുഡ് മീൻസ് ബാല്യകാലത്തിലുള്ള പീരീഡ്. Then the first 3 years of adolescence. അപ്പൊ adolescence എന്ന് പറയുന്നത് ഏത് ഏജ് കാറ്റഗറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? adolescence കൗമാരം എന്ന് പറയുന്നത് 13 ആണോ 14 ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? 40 ആയിരിക്കോ? അപ്പാണോ? ടീനേജ് ആകുമ്പോ 13 അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആലോചിച്ച് നോക്കിയേ, അങ്ങനെയാണോ എന്ന്. നിങ്ങൾ എങ്ങനെ പഠിച്ചിരിക്കുന്നത്? 13 വയസ്സ് മുതലാണോ കൗമാരം? 14 വയസ്സ്. 14 വയസ്സ്. 14 ഇയേഴ്സ് എന്ന് പറയുമ്പോ കൗമാരത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പീരീഡ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അല്ലെ. പൂർണ്ണമായിട്ട് ആരംഭിക്കുന്നത് 14 വയസ്സിലാണ്. പൂർണ്ണമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് എപ്പോഴാണ്? 13 നിന്ന് 14 കിടക്കുന്നതിന്റെ ഒരു പീരീഡില് കുറെ വ്യത്യാസങ്ങൾ വരുന്നു. പക്ഷെ എങ്കിലും
കൗമാരകാലം ആരംഭിക്കുന്നത് 14 വയസ്സിലാണ്. ഓക്കെ, ചില പഠനങ്ങളിലൊക്കെ കുറച്ചും കൂടി ഒന്ന് മാറ്റം വന്നിട്ടുണ്ട്, 15 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഇപ്പോഴുള്ള കുറെ പഠനങ്ങളിൽ അങ്ങനെയൊക്കെ തെളിയിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ പഠിച്ചു വരുന്ന ആ ഒരു തിയറീസ് ഒക്കെ അനുസരിച്ച് എന്താണ്, കുട്ടികളിൽ അഡോളസൻ പീരീഡ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത് 14 വയസ്സാണ് അല്ലെ. ഇവിടെ പറയുന്നത് എന്താണ്, ദ ഫസ്റ്റ് 3 years ഓഫ് അഡോളസൻസ്, അതായത് ഏർലി അഡോളസൻസ്, നമ്മുടെ കൗമാരത്തിന് ഏകദേശം 3 വർഷങ്ങള് എങ്ങനെയായിരിക്കും, ആർ മാർക്ക്ഡ് ആസ് ദ ഇയേഴ്സ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ശരിയാണ് അല്ലെ. ഇപ്പൊ 13 വയസ്സ് മുതൽ അല്ലെങ്കിൽ 10 വയസ്സ് മുതൽ നമ്മൾ ശരിക്കും എന്താണ് 12 വയസ്സിൽ നിന്നൊക്കെ അങ്ങോട്ട് നേരെ നമ്മൾ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് ഡെവലപ്മെന്റ് സ്റ്റേജിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്, അഡോളസൻസ്, കൗമാരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. യെസ്, അതായത് സ്റ്റാർട്ടിങ് അവിടുന്ന് തുടങ്ങുന്നുണ്ട് അല്ലെ. 12, 13, 14 അതില് 14ലേക്ക് എത്താനായിട്ടുള്ള കുറെ ചേഞ്ചസുകൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ഫിസിക്കൽ ആയിട്ട് പല ചേഞ്ചസുകളും പതിയെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. പക്ഷെ പൂർണ്ണത കൈവരിക്കുന്നത് എപ്പോഴാണ്, 14 വയസ്സിലേക്ക് കിടക്കുന്ന സമയത്താണ് കുട്ടി ആ ഒരു കൗമാരഘട്ടത്തിലേക്കുള്ള ആ ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് പൂർത്തീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് സമയം ആരംഭിക്കുന്നത് കേട്ടോ. Then physical growth ceases by when maturity is attained. ഇനി the physical growth is ceases. Ceases means എന്താണ്, ceases മെച്ചൂരിറ്റി. നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് അവസാനിക്കുമ്പോ എന്ത് ചെയ്യുന്നു, മെച്ചൂരിറ്റി ഈസ് അറ്റൈൻഡ്. പറഞ്ഞ എന്താ, പക്വത പ്രാപിക്കുന്ന സമയത്ത് ശാരീരിക വളർച്ച നിലയ്ക്കുന്നു. സീസസ് മീൻസ് അവസാനിക്കുന്ന എന്നൊരു മീനിങ് ആണ് കേട്ടോ. അതായത് പക്വത പ്രാപിക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള വളർച്ച കുട്ടിയാണ്. ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്, മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്താണ് ഫിസിക്കൽ ഗ്രോത്ത് കുട്ടിയിൽ ഇല്ലാതാകുന്നത്, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ആകുന്നത്. ഓക്കെ, Yes, these are the general characteristics of physical development. ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ പൊതുവായിട്ടുള്ള കുറച്ച് സവിശേഷതകളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്ന് എന്താണ്, 0 മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ കുട്ടികളിലെ ഫിസിക്കൽ ഡെവലപ്മെന്റ് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത് അല്ലെ. ഇനി പ്രീ ചൈൽഡ്ഹുഡ് പീരീഡിലേക്ക് വരുന്ന സമയത്താണ് കുട്ടികൾ കൂടുതൽ അവരുടെ ഫിക്സേഷൻ പീരീഡ് ആണ് അല്ലെ. അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്താണ്, ഒരു സ്റ്റേബിൾ ആവുന്ന ഒരു ടെൻഡൻസീസ് വരുന്നത് 3 to 6 years ആയിട്ടുള്ള കാലഘട്ടത്തിലാണ്. ഇനി മിഡിൽ ചൈൽഡ്ഹുഡ് ആവുന്ന സമയത്താണ് എന്താണ്, അഗെയിൻ പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പിന്നീട് എന്താണ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേജ് പിന്നീട് അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ അതിന്റെ നിരക്ക് വളരെ കുറവായിരിക്കും അല്ലെ. റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് ലോ കമ്പാരിസൺ ടു ഇൻഫാൻസി. ഇൻഫാൻസി പീരീഡ് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, പ്രീ ചൈൽഡ്ഹുഡ് പീരീഡിന്റെ അത്രയും എന്താണ് ഡെവലപ്മെന്റ്സ് ഉണ്ടാവില്ല, കുറച്ച് ലോ ആയിട്ടുള്ള നിരക്കിലായിരിക്കും അതിന്റെ ഡെവലപ്മെന്റ്സ് ആണ് വരുന്നത്. ഇനി ലേറ്റർ ചൈൽഡ്ഹുഡ് പീരീഡിൽ എന്താണ്, അഗെയിൻ ഫിക്സേഷന്റെ പീരീഡ് പിന്നീട് ആരംഭിക്കാം അല്ലെ. 10 വയസ്സ് മുതൽ 13 വയസ്സാകുമ്പോഴേക്കും കുറച്ചുകൂടി അവർ അവരുടെ കാര്യങ്ങളിൽ ഉറച്ച രീതിയിൽ അല്ലെങ്കിൽ സ്റ്റേബിൾ ആവുന്ന രീതിയിൽ ഒന്നുകൂടി മാറുന്നു അല്ലെ. പിന്നീട് കൗമാരത്തിന്റെ 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്താണ്, അവരുടെ ആ ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേജ്, പ്രത്യേകിച്ച് കൗമാര കാലഘട്ടത്തില് എന്താണ് പെട്ടെന്നുള്ള ഒരു വികസനം, പെട്ടെന്നുള്ള ശാരീരിക വികസനം ചില കുട്ടികളിൽ സംഭവിക്കുന്നുണ്ട്. ഈ ഫിസിക്കൽ ഗ്രോത്ത് അവസാനിക്കുന്നിടത്ത്, പ്രത്യേകിച്ച് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തില്ലാതാകുന്നു, ശാരീരികമായിട്ടുള്ള വളർച്ച നിലയ്ക്കുന്നു. അതായത് പക്വത പ്രാപിക്കുന്ന സമയത്താണ് അവർക്ക് എന്ത് നിലയ്ക്കുന്നത്, ശാരീരികമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് സ്റ്റോപ്പ് ആവുന്നത്. അപ്പൊ ഏജ് എത്രയായിരിക്കും മാം, 18 ആണോ? 18. അതായത് അഡോളസൻസ് നമ്മളുള്ള ഒരു പ്രായത്തിൽ അവർ മെച്യൂർഡ് ആവുന്ന എത്തുന്ന സമയത്ത് എന്താണ്, ഫിസിക്കൽ ഗ്രോത്ത് സ്റ്റോപ്പ് ആവും. ഏജ് നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതെല്ലാം തന്നെ അവരുടെ ശാരീരിക ഘടനയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോരുത്തരുടെ വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ എന്നാലും ഏകദേശം ഒരു 18 years അല്ലെ, നമ്മൾ മാക്സിമം 18-19 ഉള്ളിൽ എന്താണ് നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് സ്റ്റോപ്പ് ആവാറുണ്ട് അല്ലെ. ചിലരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെ ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യങ്ങള് മറ്റ് കാരണങ്ങൾ കൊണ്ടൊക്കെ പല ചേഞ്ചസും പലരിലും വരാറുണ്ട്. ഓക്കെ, ഒരു ചേഞ്ചസ് കുട്ടികളുണ്ട് അല്ലെ, ഒരു ചേഞ്ചസും വരാതെ ഇപ്പോഴും നമ്മുടെ കൂടെ പഠിച്ചാണെങ്കിലൊക്കെ ഏകദേശം അതേപോലെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. ചിലർക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കാറുണ്ട്, ഉണ്ടാകും, ശാരീരിക വികസനങ്ങൾ സംഭവിക്കുന്നുണ്ടാവും, പക്ഷെ പുറമെ അത് ചിലപ്പോൾ രൂപപ്പെടാത്ത രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, എന്തോ സീസസ് മീൻസ് അവസാനിക്കും കേട്ടോ.
അതാണ് ഞാൻ പറഞ്ഞത്, പക്വത പ്രാപിക്കുന്ന സമയത്ത് ശാരീരിക വളർച്ച നിലയ്ക്കുന്നു അല്ലെങ്കിൽ അവസാനിക്കുന്നു എന്നൊരു മീനിങ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. സീസസ് മീൻസ് അവസാനിക്കുന്നു അല്ലെങ്കിൽ നിലയ്ക്കുന്നു എന്നൊക്കെ ഒരു മീനിങ്. ഓക്കെ, അപ്പൊ ഇത് ഈ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. പഠിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ ഓരോ ചൈൽഡ്ഹുഡ് പീരീഡ് പറയുന്നില്ലേ, ഇത് പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ 7 വയസ്സാണ്, 3 to 6 years അല്ലെ, അത് പഠിക്കണം. ദെൻ മിഡിൽ ചൈൽഡ്ഹുഡ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 7 to 9 years. ലേറ്റർ ചൈൽഡ്ഹുഡ് എപ്പോഴാണ്, 10 വയസ്സ് കഴിഞ്ഞ് 13 വയസ്സ് വരെ. ദെൻ അഡോളസൻസ് പീരീഡ് പറഞ്ഞിട്ടുള്ള 14 years നമ്മൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡോളസൻസിന്റെ പീരീഡ് ചോദിക്കാറില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞിരിക്കുന്ന ലേറ്റർ ചൈൽഡ്ഹുഡ് വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഏജ് കാറ്റഗറി നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇൻഫാൻസി മുതൽ ലേറ്റർ ചൈൽഡ്ഹുഡ് വരെയുള്ള ഏജ് ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എത്ര വയസ്സിൽ നമുക്ക് ചോദിക്കാറുണ്ട്, മിഡിൽ ചൈൽഡ്ഹുഡ് തുടങ്ങുന്നത് ഏത് പ്രായത്തിലാണ്, ഏത് ഇയറിലാണ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ലേറ്റർ ചൈൽഡ്ഹുഡ് എപ്പോഴാണ്, ഇൻഫാൻസി പീരീഡ് എപ്പോഴാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് ഏത് പീരീഡിലാണെന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത് ആൻസർ? 0 to 2 years. 2 years. Okay. Then പ്രോപ്പർ ഫിക്സേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ പീരീഡ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? പ്രീ ചൈൽഡ്ഹുഡ് പീരീഡ് അല്ലെ, 3 to 6 years ആണ്. അപ്പോ ഇത് എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചു ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ, മനസ്സിലാക്കി പഠിച്ചു പോവാം. ഓക്കെ, മെച്യൂരിറ്റി ഫിസിക്കൽ മെച്യൂരിറ്റി ആണോ അതോ മെന്റൽ, മാനസികം? ഫിസിക്കൽ ആണ് കേട്ടോ. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശാരീരിക വളർച്ച സ്റ്റോപ്പ് ആവുന്നതാണ് പറയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, പലരിലും പല രീതിയിലായിരിക്കും. ഒരാളെ മാത്രം ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണിത് അല്ലെ. കാരണം മനുഷ്യരെ എല്ലാവരും പല രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പലർക്കും അവരുടെ പാരമ്പര്യം അനുസരിച്ച് പല പല വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഡിഫറൻസും, അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന പേരിൽ വിളിക്കുന്നത് അല്ലെ, വ്യക്തി വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അതിനനുസരിച്ച് അവരുടെ ഓരോ കാര്യങ്ങളിലും ഓരോ സ്റ്റേജസിൽ എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 31 വയസ്സ് 32 വയസ്സുള്ള എല്ലാവരും മിക്ക കുട്ടികളുണ്ട്. 10 പേരുണ്ടായിരിക്കും. 32 വയസ്സുള്ള 10 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഈ 10 കുട്ടികളും 32 വയസ്സാണെന്ന് വിചാരിച്ചിട്ട് ആ 10 പേർക്ക് ഒരേ സ്വഭാവ രീതികളും ഒരേ ശാരീരിക ഘടനയായിരിക്കും ഉണ്ടാവുന്നത്? അല്ല മാം, അല്ല, വ്യത്യസ്തമാണ് അല്ലെ. നമ്മൾ ആരും ആരെയും പോലെ ഇല്ല, എല്ലാവരിലും വ്യത്യസ്തതയുണ്ട്. അതാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അല്ലെ. നമ്മൾ പറയാറില്ലേ 9 പേര്, ഒരാളെ പോലെ 9 പേരുണ്ടെന്ന്. 9 പേരുണ്ടാവാം, പക്ഷെ സെയിം അല്ല. അവരിൽ 9 പേരും ഒരേപോലെ ചിലപ്പോൾ തോന്നുമെങ്കിൽ എന്താണ്, അവരിൽ പല വ്യത്യാസങ്ങളുണ്ട്. അവർ ചിന്തിക്കുന്നത് വേറെ ആയിരിക്കും, അവരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടാവും, അവരുടെ സ്കില്ല് വ്യത്യാസം ഉണ്ടാവും, ടാലന്റ് വ്യത്യാസം ഉണ്ടാവും, സ്കിൻ ടോൺ വ്യത്യാസം ഉണ്ടാവും, ഹെയർ ഷേപ്പ്, ഹെയറിന്റെ കളർ അല്ലെങ്കിൽ ഹെയർ മൂക്കിന്റെ കളറ്, മൂക്കിന്റെ ഷേപ്പ്, ഇയർ ഷേപ്പ്, മാനറിസം, ഇതിലെല്ലാം എന്തുണ്ട്, ചിന്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഇരട്ടകളിൽ പോലും അല്ലെ, നമുക്ക് സിമിലർ ആയിട്ട് തോന്നുന്ന ട്വിൻസ് ഇല്ലേ, ട്വിൻസ്, ഇരട്ടകളെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ട്വിൻസിനെ കാണുമ്പോ ഒരേപോലെയാണ് അല്ലെ, പക്ഷെ അവർക്ക് എന്തോരം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. രണ്ട് വ്യക്തികളാണ് അവരെ അല്ലെ. നമ്മൾ പറയും ഒരാൾക്ക് വന്ന അടുത്ത ആൾക്ക് അസുഖം വരുന്നത്, അതായത് ഇമ്മ്യൂണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നാണ് വരുന്നത്. ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ അവരിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചു നോക്കി അവർക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും. ചിലപ്പോ കണ്ണില് ഇപ്പൊ നമ്മുടെ കണ്ണിന് തന്നെ കറുത്ത മെയ്യുള്ളവരുണ്ട്, പൂച്ചക്കണ്ണുള്ളവരുണ്ട്, ബ്രൗൺ ഐസ് ഉള്ളവരുണ്ട്. ഇതിലൊക്കെ വ്യത്യാസമില്ലേ? നിങ്ങൾക്ക് ശ്രദ്ധിക്കണം കേട്ടോ. യെസ്, അപ്പൊ ആരും ആരെ പോലെ അല്ല, എല്ലാവരിലും എന്തുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും ഒരൊറ്റ ഇൻഡിവിജ്വൽസ് ആണ്, ആരും സെയിം അല്ല. അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അത് നമ്മൾ ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണ്. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെല്ലാവരും എന്താണ്, 10 പേരിൽ 10 കുട്ടികൾക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളവരാണ് അല്ലെ. അപ്പൊ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ആ കുട്ടികളെ പഠിപ്പിക്കാൻ. അത് മനസ്സിലാക്കിയത് നമ്മൾ അതാണ്. ആ 10 കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട്സ് അറിഞ്ഞിരിക്കണം. 10 കുട്ടികൾക്കും 10 സ്കില്ലായിരിക്കും, 10 ടാലന്റ് ആയിരിക്കും. ടാലന്റ് ഒരേപോലെ ഉണ്ടാവായിരിക്കും, പക്ഷെ അതിന് വേരിയേഷൻ ഉണ്ടാവും. ഒരാൾക്ക് പാട്ട് പാടാൻ അറിയാം, പക്ഷെ അടുത്തിരിക്കുന്ന കുട്ടിക്ക് എന്താണ്, കുറച്ചുകൂടി അവനേക്കാൾ നന്നായിട്ട് ചിലപ്പോൾ പാടാൻ അറിയാൻ പറ്റും. മറ്റൊരു കുട്ടിക്ക് എന്താണ്, അവന് ജസ്റ്റ് ഒന്ന് മൂളാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഒരേ പാട്ട് ഒരേ കഴിവുകൾ തന്നെ പല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കുട്ടികളുണ്ട്.
ഒരു അധ്യാപകരെ സംബന്ധിച്ചിട്ട് നമുക്കതെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് വ്യത്യാസങ്ങൾ അറിഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഇപ്പൊ റിയ എന്ന കുട്ടി നല്ലോണം പഠിക്കും. റിയയിൽ ഇപ്പോഴത്തിരിക്കുന്ന കുട്ടിക്ക് എന്താണ് ചിലപ്പോൾ അത്ര പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ എന്ത് പറയും, നോർമൽ ടീച്ചേഴ്സ് എന്താ പറയുക, റിയനെ നോക്കി പഠിക്കാൻ പറയും അല്ലെ. റിയ ചെയ്യുന്ന പോലെ ചെയ്യും. റിയ ചെയ്യുന്ന പോലെ ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ പോലെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരിക്കലും അങ്ങനെ കുട്ടികളോട് പറയരുത് കേട്ടോ. അവരെ മാതൃകയായിട്ട് നമ്മൾ ഒരിക്കലും കമ്പാരിസണോ അല്ലെങ്കിൽ ഫേവറിറ്റീസോ കുട്ടികളോട് കാണിക്കരുത്. 10 കുട്ടികൾ നമ്മൾക്ക് 10 പേര് നമ്മുടെ ഫേവറേറ്റ്സ് ആണ്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഡിസ്ക്രിമിനേഷനോ ഒരു കുട്ടിയെ മാത്രം സ്ട്രെസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയോ ഒരു കുട്ടിയെ മാത്രം സപ്പോർട്ട് ചെയ്യോ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഹാബിറ്റ് ആണ്. അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ പണ്ട് പഠിച്ച സമയത്ത് നമ്മളുടെ പഠിപ്പിച്ച ടീച്ചേഴ്സ് കുറെ പേര് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടാവും പലർക്കും അല്ലെ. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ചില ടീച്ചേഴ്സ് ഫേവറിറ്റിസം കാണിച്ചിട്ടുണ്ട്, കാണിക്കാത്തവരുണ്ട്. ചില കുട്ടികളോട് മാത്രം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക, അവരെ മാത്രം അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അവരോട് മാത്രം പല കാര്യങ്ങൾ സംസാരിക്കുന്നു, മുൻനിരയിൽ തന്നെ ആ കുട്ടിയെ ഇരുത്തുന്നു. ആ കുട്ടിയോട് മാത്രമേ ഡിസ്കഷൻസും ഇന്ററാക്ഷൻസും ആ ടീച്ചർ ആ ഒരൊറ്റ കുട്ടിയോട്, ബാക്കി ഹോൾ ക്ലാസ്സിന് വെറുതെ വിട്ടേക്കാണ് പഠിക്കാത്ത കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത ടീച്ചേഴ്സ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ട് അങ്ങനെയുള്ള ടീച്ചർമാരെയൊക്കെ? നമ്മളെയൊന്നും ആർക്കും അറിയും കൂടിയില്ല മിസ്സുമാർക്ക്. കാരണം നമ്മൾ പഠിക്കാത്ത കുട്ടികളായോണ്ട് മൈൻഡ് ചെയ്തില്ല. നമ്മളുടെ അത് കഴിവുകളൊന്നും അവർ അന്ന് അറിഞ്ഞിരുന്നില്ല അല്ലെ? യെസ്, അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എവിടെയെങ്കിലും എത്തിയാണ്. പക്ഷെ എവിടെയെങ്കിലും എത്തി അല്ലേ? യെസ്, അങ്ങനെയുള്ള ടീച്ചർമാരുണ്ടായിരുന്നു പല സ്കൂളുകളില് അല്ലെ? അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് ചില ടീച്ചേഴ്സ്. ചില ഒരിക്കലും അധ്യാപകന്റെ ഒരു നല്ലൊരു ക്വാളിറ്റി അല്ല അത് അങ്ങനെ പക്ഷെ കാണിക്കും. അതിൽ നിന്നൊരു പാഠം പഠിച്ചു മിസ്സേ. കാരണം നമ്മളിനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഇത് നമുക്ക് അതിൽ നിന്ന് കിട്ടി. അതെ, ഞാനൊരു ടീച്ചർ ആവുമ്പോൾ ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യില്ല അല്ലെ? അങ്ങനെ ആയിരിക്കണം വേണ്ടത്. നമ്മളെപ്പോഴും നമുക്ക് പഠിപ്പിച്ചൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപികയാകുക എന്നുള്ളത് അതിനാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ട്. കുറച്ച് സമയം എടുത്തേ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് കുട്ടികളെ സ്നേഹിക്കാൻ പറ്റില്ല അല്ലെ? അത് ഉള്ളിൽ നിന്ന് വരണം, അവർക്ക് തിരിച്ചത് തോന്നണം. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപികയായിട്ട് മാറാൻ എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അല്ലെ. നമ്മുടെ അധ്യാപനത്തിന്റെ ലക്ഷ്യം അത് തന്നെയായിരിക്കണം. നമ്മൾ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിനപ്പുറം കൊടുക്കേണ്ട ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഓക്കെ, സ്നേഹത്തിലൂടെ ആയിരിക്കും നമ്മൾ ആ നോളജ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചേഴ്സ് ആയിട്ട് മാറണം. അതായിരിക്കും നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഇനി നിങ്ങള് ഒരു നമ്മള് ഒരു മൊമെന്റിൽ നമ്മൾ തിരിച്ചറിയും. കുറെ സമയമൊക്കെ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ എടുത്തു തുടങ്ങി ചിലപ്പോൾ കുറെ സമയം എടുക്കും. സമയം എടുത്തിട്ട് നമ്മള് ഒരു പീരീഡിൽ നമ്മളിങ്ങനെ തിരിച്ചറിയും ഞാൻ നല്ലൊരു ടീച്ചർ ആണെന്ന് നമുക്ക് തോന്നുന്ന ഒരു നിമിഷം നമ്മുടെ ലൈഫിൽ എന്നും ഉണ്ടാവും. ഒരു ദിവസം ഉണ്ടാവും നമ്മൾ തിരിച്ചറിയും ഞാനൊരു നല്ല അധ്യാപികയാണെന്ന് നമ്മൾക്ക് സ്വയം തോന്നുന്ന ഒരു സമയമുണ്ട്. ഓക്കെ, അങ്ങനെ തോന്നുവാണെങ്കിൽ അന്ന് എന്നൊന്ന് ഓർക്കണം കേട്ടോ. ടീച്ചർ പറഞ്ഞത് ശരിയാണെന്ന് ഓർക്കണം. കാരണം എന്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത പല കുട്ടികളുടെ ലൈഫിലും സംഭവിച്ചു. 2 പേരോട് എന്താ തിരിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടീച്ചറെ അത് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്, വിളിച്ച് സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു സമയം ഞാൻ തിരിച്ചറിഞ്ഞു ടീച്ചറെ. അത് വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു. അപ്പോഴാണ് ഒരുപാട് കുറവുകളും കുറ്റങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? എപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് അധ്യാപികയാണോ എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും കുറവുകളുണ്ട്. പക്ഷെ ഒരു മൊമെന്റിൽ നമ്മൾ തിരിച്ചറിയും നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, കുട്ടികൾ നമുക്ക് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു നേരെ സമയത്ത് നമ്മൾ തിരിച്ചറിയും ഞാനൊരു നല്ല ടീച്ചറാണെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് ഓരോരുത്തരും കേട്ടോ അങ്ങനെ തോന്നാനുള്ള ഒരു നിമിഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ കൂടി ഒന്ന് വർക്ക് ചെയ്യണം കേട്ടോ. വെറുതെ ആ ഒരു ലൈഫ് ആ ഒരു സമയം വരുമെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ തിരിച്ചറിയുന്ന മൊമെന്റ് ആണ് ഒരു അധ്യാപകന്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു സന്ദർഭം എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മുടെ ലൈഫ് ആ ഒരു ട്രാക്കിൽ തന്നെ പോയിക്കോളും. നമ്മളത് തിരിച്ചറിയുന്നത് വരെ നമ്മൾ പല ഒരു എന്താ പറയാ കുറച്ച് ഡിസ്റ്റർബ് ആയിരിക്കുള്ളൂ അതുവരെ. അതായത് ആ സ്കൂൾ സെറ്റിംഗ്സിലും കുട്ടികളോടായിട്ടൊക്കെ എത്തി വരുന്ന സമയത്തായിരിക്കും ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഒരിക്കലും ഞാൻ പറയാണ് നിങ്ങളോട്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കണ്ടൻസ് പഠിപ്പിക്കാനായിട്ട് മാത്രം ഒതുങ്ങി പോകരുത്. അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാന്നുള്ള ഇതിലേക്ക് മാത്രം ഒതുങ്ങി പോകരുത്. പഠിപ്പിക്കാൻ ആർക്കും പറ്റും അല്ലെ? പക്ഷെ വ്യത്യസ്തമായിട്ട് പഠിപ്പിക്കാൻ പറ്റും അല്ലെ? ക്രിയേറ്റീവ് ആയിട്ട് കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കും.
അവർക്ക് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള അധ്യാപികയായിട്ട് മാറണമെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടാവും. എന്നും ഒരേപോലുള്ള ലെക്ചർ ക്ലാസ്സിൽ കുട്ടികൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല അല്ലെ. അങ്ങനെ നമ്മള് ഡിഫറെന്റ് ആയിട്ടുള്ള പല ക്രിയേറ്റിവിറ്റീസ് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു അധ്യാപനത്തിൽ എന്തെങ്കിലുമൊക്കെ മികവ് ഉണ്ടാകാനായിട്ട് സാധിക്കും. അപ്പൊ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അതേപോലെ തന്നെ നമ്മളിൽ ഒരുപാട് വ്യത്യാസം കൊണ്ടുവരണം. ആസ് എ ടീച്ചർ എന്ന നിലയില് നമ്മളുടെ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്ന ഭാഷ അല്ലെ, നമ്മൾ സംസാരിക്കുന്ന ഭാഷ എങ്ങനെയുള്ളതായിരിക്കണം? നോർമൽ വീട്ടിൽ സംസാരിക്കുന്ന പോലെയാണോ സംസാരിക്കേണ്ടത്? സ്കൂളില് ഒരിക്കലും അച്ചടി ഭാഷ സംസാരിക്കാനല്ല പറയുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങള് കുട്ടികൾക്ക് ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലാകണം. ഓക്കെ, ഒരിക്കലും ഒരു അനാവശ്യമായിട്ടുള്ള വാചകങ്ങളോ വാക്കുകളോ നമ്മളുടെ വായിൽ നിന്ന് കുട്ടികളിലേക്ക് ഒരിക്കലും എത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് നമ്മുടെ മാനറിസം. നമ്മുടെ ക്ലാസ്സിൽ ബിഹേവ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ അപ്പിയറൻസ്. എന്നെ സംബന്ധിച്ചും ഞാൻ പറയാണ്, നമ്മുടെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ സാരി ഉടുത്ത് ക്ലാസ്സിൽ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലെ. അത് എന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് വേറെ വേറെ രീതി ചിന്തിക്കാം. എനിക്ക് സാരി ഉടുത്ത അധ്യാപകരോട് പ്രത്യേക ഒരു ഇതാണ്. അധ്യാപകർ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു സാരിയെ കുറിച്ച് നല്ലൊരു ടീച്ചറാണ്. അത് അത്ര വലിയ ആഭരണങ്ങളോ അതൊന്നുമല്ല. ഒരു സാരി ഉടുത്ത് പോകുന്നത് തന്നെ ആ ഒരു അപ്പിയറൻസിൽ തന്നെ ആ ഒരു ലുക്ക് വരും. അതൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മാനറിസം മീൻസ് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ക്ലാസ്സിൽ ബിഹേവ് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സിലെ മൂവ്മെന്റ്സ്, ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ആ ഇമ്പോർട്ടൻസ് അതൊക്കെ വരണമെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ക്ലാസ് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ആ ഒരു ടീച്ചിങ് ക്വാളിറ്റി ഒക്കെ കുറച്ച് ഡെവലപ്പ് ചെയ്യുള്ളൂ. നമുക്ക് ക്ലാസ് എടുക്കാൻ നന്നായിട്ട് പറ്റണം. അവിടെയാണ് ഏറ്റവും വിജയം. ബാക്കി മെറ്റീരിയൽസുകൾ ആണെങ്കിലും അതൊന്നുമല്ല, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കല്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിനെ കൊണ്ടുപോകാം. 1 മണിക്കൂറോ അല്ല 1/2 മണിക്കൂറോ ആണെങ്കിൽ എന്താണ് ആ ക്ലാസ്സിന് സൂപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനാണ് നമ്മൾ ഓരോ അധ്യാപകരുടെ വിജയം. അപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പൊ ക്ലാസ് എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, വളരെ ഫ്ലറിഷ് ചെയ്യുന്ന ഒരു ക്ലാസ്. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കുട്ടികളെ ക്ലാസ്സിൽ കയറാൻ തോന്നണം. അതേപോലെ ആയിരുന്നു നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ വില്ലിങ് ആയ പറ്റാത്ത ഒരു കാര്യമില്ല കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ടീച്ചേഴ്സിനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പറ്റണം. എന്തെങ്കിലും ചെറിയ ചെറിയ പേടികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്ത് കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ് എടുക്കാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആവണം. ഓക്കെ, ഇപ്പൊ ഇവിടെ ക്ലാസ്സിലൊക്കെ കഴിയും. ഇന്റേൺഷിപ്പ് വരെ നിങ്ങൾക്ക് സ്കൂളിൽ പോവേണ്ടതുണ്ടല്ലേ. സ്കൂളിൽ പോയി കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും ഒരു കുട്ടികളുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും പതറി നിൽക്കാൻ പാടില്ല അല്ലെ. നമ്മൾ പതറിയുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? കുട്ടികൾ നമ്മളെ പക വെക്കോ? പിന്നെ ഒരു കുട്ടി എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ ആ ടീച്ചർ അവിടെ കിടന്ന് പേടിക്കണം. ആ ടീച്ചർ ഞങ്ങള് ഭയങ്കര പേടിയാണെന്ന് പറയും അല്ലെ. അങ്ങനെയാണോ നമ്മൾ ഒരു ക്ലാസ്സിൽ പോയി നിൽക്കേണ്ടത്? എല്ലാവരും ഒരു ഉറങ്ങി എല്ലാവരും കേട്ടോ. നല്ല വിഷയം, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ടേ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഒന്ന് റെസ്പോണ്ട് ചെയ്യും പിള്ളേരെ. ആ വിഷയം കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാസ് എടുക്കാനൊരു എന്താ പറയാ കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറഞ്ഞത്. നമ്മൾ അതുകൂടി ഇതിന്റെ ഒപ്പം കൊണ്ടുപോകണം. ജസ്റ്റ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ പോർഷൻസ് ഒക്കെ വേഗം വേഗം പോവാം. പക്ഷെ അങ്ങനെ എടുത്തു പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും നമ്മളെ മിസ് കുറച്ച് സ്ട്രോങ് എന്ന് നമ്മളന്ന് ക്ലാസ്സിൽ പറഞ്ഞു. അശ്വതി മിസ്സിന്റെ ഈ മിസ്സാണ് കുറച്ച് സ്ട്രോങ്. അതായത് എന്താണോ അല്ല റേഞ്ചിന്റെ ഇഷ്യൂ ക്ലിയർ ആവുന്നില്ല കേട്ടോ. എന്തായാലും നിങ്ങള് ഇപ്പൊ 29, 28 പേര് നമ്മുടെ ക്ലാസ്സിലുണ്ട് ടീച്ചേഴ്സ്. 28 നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ്. 28 ടീച്ചേഴ്സിന് 28 ക്വാളിറ്റീസ് ഉണ്ട്, 28 ടാലൻസ് ഉള്ള ടീച്ചേഴ്സ് ആണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ നിങ്ങളിലുള്ള ടാലൻസ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ അതിനുള്ള അവസരങ്ങൾ നിങ്ങളായിട്ട് എടുത്താൽ മാത്രം. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. ആരും സപ്പോർട്ട് ചെയ്യില്ല. ആരും ചിലപ്പോ ഒന്നിന് സപ്പോർട്ടിങ് ഉണ്ടാവും, പക്ഷെ നമ്മളിലുള്ള ഒഴുകി കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ആയിരിക്കണം കൊണ്ടുവരേണ്ടത് പുറത്തേക്ക്. അങ്ങനെ മാറണം. നിങ്ങൾ നല്ല അധ്യാപകരാക്കി മാറ്റാനാണ് ഞങ്ങൾ സ്മാർട്ട് സ്റ്റഡി കഷ്ടപ്പെടുന്നതല്ല, ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിച്ചിരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയാം. നിങ്ങളുടെ അത് മാറണം, മൈൻഡേ മാറണം. ഓക്കെ, അങ്ങനെയുള്ള ടീച്ചേഴ്സിനെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇപ്പൊ ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇൻട്രോവേർട്ട് ആണെങ്കിൽ പോലും
എത്രയോ കുട്ടികൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. ഓരോ ബാച്ചസിൽ തുടക്കം മുതൽ ഒന്നും മിണ്ടാതെ ഇരുന്ന് ഒരു ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കുന്നത്. പക്ഷെ കോൺവൊക്കേഷൻ വന്ന സമയത്ത് ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടായ മാറ്റം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കാരണം ഞങ്ങള് അടുത്തറിഞ്ഞ കുട്ടികളായത് കൊണ്ട് തന്നെ എന്താണ് അവർ സംസാരിക്കുന്നത് നമുക്ക് അറിയാം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ആണെന്ന് പറയാം സംസാരത്തിലും മാനറിസത്തിലും. അത് ശരിക്കും ഒരു ടീച്ചറായി ഒരു ഫെസിലിറ്റേറ്റർ ആയി മാറിയെന്ന് നമുക്ക് റിയൽ ആയിട്ട് അറിയാൻ പറ്റും. അത് ആ കുട്ടികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതേപോലെ അക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ല അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടായിരിക്കാം. എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നിങ്ങൾ കോൺവൊക്കേഷൻ ആണ് കുറച്ചുകൂടി നിങ്ങൾ നേരിട്ട് കാണുന്നത് സമയത്ത് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ആർക്കൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ക്ലാസ്സിൽ കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഏത് കുട്ടിക്കാണ് എന്തൊക്കെ ചേഞ്ചസ് ഒന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇതുവരെ പഠിച്ച ബാച്ചസിലെ കുട്ടികളെല്ലാവരും അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. എല്ലാവരും ഇന്ററാക്ട് ചെയ്യും. അത് എന്താണെന്നറിയില്ല, അതങ്ങനെ ആയിരിക്കണം. നമ്മുടെ ക്ലാസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും മിണ്ടാൻ തോന്നും അല്ലെ. നമ്മുടെ സ്റ്റുഡൻസ് ആണ്, നമ്മുടെ ഫ്രണ്ട്സ് ആണ്, നമ്മുടെ ടീച്ചർ ആണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ററാക്ഷൻ വരും. പിന്നെ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ അല്ലെ, എല്ലാവരും ഒരേപോലെ അല്ല. എല്ലാവർക്കും ചിലപ്പോ ജസ്റ്റ് ക്ലാസ് കേട്ടാൽ മതി, ജസ്റ്റ് എക്സാം എഴുതി പാസ്സായാൽ മതി, ടീച്ചർ സ്കൂളിൽ ജസ്റ്റ് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെയുള്ളവരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവില്ലയോ ഇല്ലേ? ചിലപ്പോ ഓരോ സാഹചര്യങ്ങളായിരിക്കും അല്ലെ, സാഹചര്യങ്ങളായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ നല്ല ടീച്ചറാവണമെന്ന് നല്ല അതിയായ ആഗ്രഹമുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും അല്ലെ. അവരെ നന്നായിട്ട് വർക്ക് ചെയ്യും, കഷ്ടപ്പെടും. അവർക്ക് അതിനുള്ള റിസൾട്ട് വൈകിയാണെങ്കിലും എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങള് അങ്ങനെയൊക്കെ തന്നെ മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ മാറുകയും ചെയ്യൂ. അപ്പൊ അതെല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കാം കേട്ടോ. ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംസാരിക്കണം മിസ്സേ. വായ പൂട്ടിയിരിക്കാനേ പറ്റൂല. കുട്ടികളുടെ അടുത്ത് വായ പൂട്ടി ഇരുന്ന അപ്പൊ തന്നെ അവര് ബഹളം വെക്കും. നമ്മള് വായ എപ്പോഴും സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുകയില്ല ടീച്ചിങ്, പ്രത്യേകിച്ച് നമ്മളെ ചെറിയ മക്കളുടെ അടുത്ത്. ശരിയാണ്. നിങ്ങൾ സ്നേഹിക്കാതിരുന്ന കുട്ടികള് ഭയങ്കര ബോറായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സിൽ വരാൻ തന്നെ തോന്നില്ല. അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേട്ടോ. അവരുടെ സെക്കൻഡ് ഹോം എന്ന് പറയുന്നത് നിങ്ങളാണ്. സെക്കൻഡ് മദർ എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സ് ആണ് അല്ലെ. ചിലവർക്ക് ഫസ്റ്റ് മദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അമ്മേനേക്കാളും ഇഷ്ടം ടീച്ചേഴ്സിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഓക്കെ, ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് വേണം. നമുക്ക് ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിട്ട് കുഞ്ഞുങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മളോട് കൊടുക്കാനോ പറ്റില്ല. ആർട്ടിഫിഷ്യൽ ആയിട്ട് അത് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും അല്ലെ. നാച്ചുറൽ ഉള്ളിന്ന് വരുമെന്ന് പറയില്ലേ നമ്മള്, ഉള്ളിന്ന് വരാൻ പറ്റണം. ഓക്കെ, യെസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നോ ഞാൻ ചെയ്യാനായിട്ട്? സ്റ്റേജസ് വരച്ചോ? എന്നാണ് ഡേറ്റ് പറഞ്ഞിരുന്നത്? ജനുവരി ആണോ? ജനുവരി 15. ജനുവരി 15. ഓക്കെ, ചെയ്തു തുടങ്ങിയോ നിങ്ങള്? യെസ് മാം. ചെയ്തു. ഓക്കെ, വരയ്ക്കാൻ അറിയാവുന്നവര് വരച്ചോളൂ, അല്ലാത്തവരെ നിങ്ങളുടെ ഇഷ്ടമുള്ള എങ്ങനെയാന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തു കേട്ടോ. ഇവിടെ പറയുന്നത് മിസ് പ്രിന്റ് എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. പ്രിന്റ് നിങ്ങൾക്ക് എന്താ സൗകര്യം അതനുസരിച്ച് ചെയ്യാം കേട്ടോ. Physical growth is calculated by measuring the height and weight at regular intervals. The average height of a 3 years old is 96 centimeter and his weight is 30 kg. So physical growth നമ്മളെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് അതായത് ശാരീരികമായിട്ടുള്ള വളർച്ച എങ്ങനെയാണ് നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു കുട്ടിയുടെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 3 years ഓൾഡ് ആണെങ്കിൽ എന്താണ് 3 വയസ്സുള്ള കുട്ടികൾക്ക് 90 സെന്റിമീറ്റർ എങ്കിലും ഹൈറ്റ് ഉണ്ടായിരിക്കണം. വെയിറ്റ് ഓഫ് 30 kg എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല അല്ലെ. ഇവരെല്ലാം ഹെൽത്ത് കണ്ടീഷൻസ് വ്യത്യാസമാണെങ്കിൽ ഓരോ കുട്ടികളുടെ ഹൈറ്റും വെയിറ്റിലൊക്കെ വ്യത്യാസം തന്നെ. എന്നിരുന്നാൽ പോലും നമുക്ക് എന്താണ് ഓരോ ഏജിനും ഇത്ര സെന്റിമീറ്റർ ഹൈറ്റ് ആവശ്യമാണ് അല്ലെ. വെയിറ്റും ഹൈറ്റും ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ പറയാറില്ല ഡോക്ടേഴ്സ്. അണ്ടർ വെയിറ്റ് ആണെങ്കിൽ എന്താണ് കുട്ടികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതിനാൽ തന്നെ നമ്മൾ ഓരോ പീരീഡിലും എന്താണ് പ്രത്യേകിച്ച് 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സിലൊക്കെ എന്താണ് ഇത്ര വെയിറ്റും ഹൈറ്റും നമ്മൾ
എസ്പെഷ്യലി നമ്മള് ഹൈറ്റ് മിസ്റ്ററി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഇല്ലെങ്കിൽ എന്താണ് അണ്ടർ വെയിറ്റ് ആവുമ്പോഴാണ് കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നത്? വെയിറ്റ് കുറയുന്ന സമയത്ത്, അതായത് പ്രായത്തിനനുസരിച്ചിട്ടുള്ള തൂക്കം ഇല്ലെങ്കിൽ കുട്ടിക്ക് എന്ത് സംഭവിക്കും? എന്നും അസുഖങ്ങളായിരിക്കും അല്ലെ. എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ കൊണ്ടാണ് ഓൾറെഡി എന്ത് സംഭവിക്കുന്നത്? വെയിറ്റ് ഹൈറ്റ് കുറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ പീരീഡ്സിൽ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. നിങ്ങളിപ്പോ മറ്റേ ഇതൊക്കെ പഠിച്ചല്ലേ, ഹെൽത്ത് കെയർ ചാപ്റ്റർ പഠിച്ചല്ലേ പാർട്ട് 1 പഠിച്ചോ? ഹെൽത്ത് കെയർ പഠിച്ചിട്ടില്ലേ? ഹെൽത്ത് കെയർ എന്ന ചാപ്റ്റർ പഠിച്ചോ? എന്തെങ്കിലും വരെ പഠിച്ചിട്ടില്ലേ ഹെൽത്ത് കെയർ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ അത് പഠിച്ചതാ. ഓക്കെ, അതിൽ നമ്മൾ ഓരോ ഏജിൽ ഓരോ കുട്ടികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കണം, ഏതൊക്കെ പീരീഡില്, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പാർട്ടിൽ കംപ്ലീറ്റ് ഉണ്ട്. പഠിച്ചവർക്ക് അറിയാൻ പറ്റും. യെസ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ഹെൽത്തി പ്രീ സ്കൂൾ ചിൽഡ്രൻ ആണ്. പ്രീ സ്കൂൾ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയാണ്? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അല്ലെ. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബോയ് ഗേൾ എന്ന് കൊടുത്തിട്ടില്ല. ഞാൻ പറയുന്നതനുസരിച്ചൊന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കാമോ ആ ബോക്സിന്റെ മുകളിലായിട്ട്? ഇവിടെ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഏജ് ആണ്. അപ്പൊ തൊട്ട് മുകളിലായിട്ട് ഏജ് എന്ന് എഴുതിക്കോളൂ കേട്ടോ. ഏജ്, ഇവിടെ ഏജ് എന്ന് എഴുതിക്കോളൂ. പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച വെയിറ്റ് ഇല്ലെങ്കിൽ അസുഖം വരും പറഞ്ഞേ. അസുഖം വരുമോ? എന്താ പറഞ്ഞേ? അല്ല, രോഗപ്രതിരോധ ശക്തി കുറയുന്ന പറഞ്ഞു. കുറയുന്നില്ല. കുട്ടികൾക്ക് അണ്ടർ വെയിറ്റ് ആവുന്ന സമയത്താണ് പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ശരീരത്തിന് വരുന്നത്. പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് വെള്ളപ്പാണ്ടുകളൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും പോഷകങ്ങളുടെ കുറവായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞിന് ശാരീരികമായിട്ട് മറ്റെന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും വെയിറ്റ് വെക്കാത്തത്. വെയിറ്റ് കുറയുന്നതിനനുസരിച്ചാണ് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഏജിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളും പല കുട്ടികൾക്കും. ഇതെല്ലാം ഡിപ്പെൻഡ് ഓൺ അവരുടെ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ കുട്ടികളെ തന്നെ നോക്കിയറിയാനുള്ള വെയിറ്റ് കുറയുന്ന സമയത്താണ് എപ്പോഴും മിക്കവാറും പനിയൊക്കെ വരാറ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരെ വരാറുണ്ടാവാം വെയിറ്റ് ആണ്. എപ്പോഴും ഡോക്ടേഴ്സ് പറയാറുണ്ട് വെയിറ്റ് ആവാൻ പാടില്ല. നമ്മൾ ആ ഒരു പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് കുട്ടികൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പോഷകങ്ങളും മറ്റു ഭക്ഷണപാനീയങ്ങളും നമുക്ക് കൊടുക്കുന്നത് കേട്ടോ. അതൊരു പരിധി വരെ ഇതിൽ മറ്റസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇവിടെ എന്താ എഴുതേണ്ടത്? ഫസ്റ്റ് എന്താണ്? ഏജ്. 3, 4, 5, 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കുട്ടികളുടെ ഏജ് ആണ്. ഇവിടെ ഒരു ബോയുടെ ഫസ്റ്റ് കൊടുത്തവരുണ്ട് 40.78 എന്ന് പറയുന്നത് ബോയുടെ വെയിറ്റ് ആണ് കിലോഗ്രാമില്. ബോയുടെ വെയിറ്റ് ആണ് കേട്ടോ. ബോയ് എഴുതിയിട്ട് വെയിറ്റ് കിലോഗ്രാം എന്ന് എഴുതിക്കോളൂ. ബോയ് വെയിറ്റ് കിലോഗ്രാം. ഇതോ, അതായത് 3 വയസ്സുള്ള ബോയുടെ ഒരു ആൺകുട്ടിയുടെ എന്താണ് വെയിറ്റ് ആണ് 14.78 എന്ന് പറയുന്നത്. 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വെയിറ്റ് ആണ് എന്ത്? 13.79 എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ആൺകുട്ടിയുടെയും പെൺകുട്ടിയും ബോയ് ഗേൾ എന്ന് വേണമെങ്കിൽ മാത്രം എഴുതിയാൽ മതി ഇവിടെ കേട്ടോ. ഇനി 3 വയസ്സുള്ള ആൺകുട്ടിയുടെ ഹൈറ്റ് ആണ് എത്ര? 98.36 ഉണ്ടോ? ഹൈറ്റ് 3 വയസ്സുള്ള കുട്ടിയുടെയാണ് 98. 3 വയസ്സുള്ള പെൺകുട്ടിയുടെയാണ്, ആൺകുട്ടിയുടെയാണ് 98, പെൺകുട്ടിയുടെ എത്രയാണ്? 91.21. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ അതേപോലെ 4 വയസ്സുള്ള കുട്ടിയുടെ ഹൈറ്റ് എത്രയാണ്? 16 ബോയുടെ ഗേളിന്റെ എത്രയാണ്? 15 അങ്ങനെ അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മോള് ഹെഡിങ്സ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? Okay, ma'am. മാം. ഇനി നിങ്ങൾക്കുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇതേ ഏജ് കാറ്റഗറിയിലുള്ള, അതായത് 3, 4, 5, 6 ഇത്രയും കാറ്റഗറിയിലുള്ള കുട്ടികൾ നിങ്ങളുടെ അടുത്തുണ്ടാവും.
ഉണ്ടോ? യെസ്. അംഗനവാടി പോയൊക്കെയുണ്ടാവും മിസ്സേ. അംഗനവാടി പോയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊരു ആക്ടിവിറ്റി ആണ്. പറ്റുന്നവർ ചെയ്യാതെ മിസ്സ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നിങ്ങളത് ഒന്ന് കണ്ടെത്തണം കേട്ടോ. അതായത് 3, 4, 5 ഈ ഒരു ഏജ് ഗ്യാപ്പുള്ള കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും എത്രയാണെന്ന് നോക്കണം. ഓക്കെ, ഒരു 4 പേരുടെ അല്ലെങ്കിൽ 3 പേരുടെ, നിങ്ങൾക്ക് കിട്ടുന്ന 2 കുട്ടികളാണെങ്കിൽ 2 കുട്ടികളുടെ മതി കേട്ടോ. മാക്സിമം 4 പേര്, 2 പേര്. മാം ബോയ് ഗേൾ വേറെ അങ്ങനെ നോക്കാം. അങ്ങനെയൊന്നുമില്ല. ബോയ്സുകളുടെ കിട്ടിയാലും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കുട്ടികളെ കിട്ടുന്നത് അതിനനുസരിച്ച് 2 പേരോ 4 പേരൊക്കെ ചെയ്താൽ മതി. എന്റെ മോൻക്ക് 3 വയസ്സാവാൻ പോകുന്നു, മോൾക്ക് 6 വയസ്സായി. അവരുടെ പ്രശ്നമുണ്ടോ? അത് എടുത്താൽ മതി. അത് 2 ഇല്ല. പിന്നെ വേറെ എവിടെ പോകണം? ഇവിടെ മതിയില്ലേ? ഓക്കെ. അടുത്ത ക്ലാസ്സിൽ അതൊന്ന് ചെയ്തിട്ട് വരാം കേട്ടോ. ഇതേപോലെ ടേബിൾ വരച്ചിട്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. ഓക്കെ. ബോക്സ് വരെയാണ് എടുത്ത് നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ പാർട്ട് 1 അധികം ചാപ്റ്റേഴ്സ് കഴിഞ്ഞോ നിങ്ങളുടെ? പാർട്ട് 1 ഇവിടെ വരെ എത്തി. ചൈൽഡ്ഹുഡ് ഡിസീസസ് ഒക്കെ കഴിഞ്ഞോ? ചൈൽഡ് വെൽഫെയർ ഉണ്ട്. യൂണിറ്റ് 8 എടുത്തിട്ടില്ല, ബാക്കിയെല്ലാം കഴിഞ്ഞോ? ബാക്കിയൊക്കെ എടുത്തു. എന്നിട്ടാണ് ഹെൽത്ത് കെയർ എടുത്തോന്ന് ചോദിച്ചത്. ഓക്കെ, ഇനി 8ാമത്തെ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ ആ ടേബിൾ വരാണ്ട് എടുത്തിരിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി ഇപ്പൊ നാളെ നമുക്ക് ന്യൂ ഇയർ ആണല്ലേ? 2026 സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകളുള്ളൂ അല്ലെ? ഒരു കൊല്ലം അങ്ങ് വരാനായിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. എന്നത്തെയും പോലെ നമ്മളെല്ലാവരും തലേ ദിവസം ചെറിയ ചെറിയ തീരുമാനങ്ങൾ എല്ലാവരും എടുക്കാറുണ്ട്. പക്ഷെ ഒന്നും നടക്കാറില്ല അല്ലെ? ആണോ? ചിലതൊക്കെ നടക്കും, ചിലതൊന്നും നടക്കാറില്ല. ചിലർ തീരുമാനങ്ങൾ എടുക്കാറില്ല. തീരുമാനങ്ങൾ എടുക്കാണ്ട് തന്നെ ലൈഫിൽ നല്ല ഫ്ലറിഷ് ആയിട്ട് കുറെ കാര്യങ്ങൾ നടക്കാറുണ്ട് അല്ലെ? എല്ലാം നമ്മുടെ ലൈഫ് ഒന്നും പ്രെഡിക്റ്റബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, ഓരോ വർഷം നമുക്ക് ഓരോരോ അനുഭവങ്ങളായിരുന്നു അല്ലെ? നല്ലതും ഉണ്ടാവും, ചീത്ത ഉണ്ടാവും, മിക്സ്ഡ് ആയിരിക്കുള്ളൂ അല്ലെ? പറയുന്നില്ല, എന്നാലും നല്ല അനുഭവങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അപ്പൊ നല്ലൊരു വർഷം അല്ലെ 2026. ഇത്രയും നാള് നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തിയ ദൈവത്തിനോടാണ് നന്ദി പറയുന്നത് അല്ലെ? നമുക്ക് ഇപ്പോഴും വരെ ജീവിക്കാനായിട്ടൊരു അവസരം തന്ന ദൈവത്തിനോടല്ലേ ഈ ഒരു സമയത്ത് നമ്മൾ നന്ദി പറയേണ്ടത്? ആ ഒരു പോസിറ്റീവ് എനർജി അവിടെ ഈ ഒരു സമയം നമ്മളിൽ കൊണ്ടുവന്നത് ആ ഒരു ഈശ്വരൻ തന്നെയാണ് അല്ലെ? ഈ തുടർന്ന് ഒരുപാട് വർഷങ്ങൾ സന്തോഷത്തോടുകൂടെയും സമാധാനത്തോടെയൊക്കെ ജീവിക്കാനായിട്ട് പറ്റട്ടെ. നല്ലൊരു അധ്യാപനമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഫാമിലിയിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഒക്കെ നമ്മളൊക്കെ എല്ലാം ആശംസിക്കാനേ പറ്റുള്ളൂ അല്ലെ? നമ്മളെല്ലാവരും പ്രതീക്ഷകളാണ്. പ്രതീക്ഷകളോടെയാണ് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആരും ഒരിക്കലും നെഗറ്റീവ് ഉണ്ടാവണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല അല്ലെ? എല്ലാവരും നല്ലത് മാത്രമല്ല ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ നെഗറ്റീവ്സ് വരും. എന്തുകൊണ്ടാണ് നെഗറ്റീവ്സ് വരുന്നത്? പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും അല്ലെ? അത്രേ ഉള്ളൂ. എന്താണെങ്കിലും നമ്മൾ അതിനൊക്കെ തരണം ചെയ്യാനായിട്ട് വില്ലിങ് ആവുക. നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു കേട്ടോ. താങ്ക് യു. സൈൻ ഔട്ട്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ മാം. സൈൻ ഔട്ട് ഉണ്ടോ? ഹാപ്പി ന്യൂ ഇയർ. ഞാൻ പറയുന്നത് ക്ലിയർ ഇല്ല. പറഞ്ഞോ ബീജു. സൈൻ ഔട്ട് ഞാനൊരു പാട്ട് പാടാം. പാടിക്കോ. തുടക്കം ബീജു തന്നെയാണോ പാടിയത്? അല്ലല്ല, ഞാനൊരു കുട്ടികളെ പാട്ടാണ് പാടുന്നേ. കട്ടുറുമ്പിന് കാത് കുത്തണ കാട്ടിലെന്തൊരു മേളാങ്കം, നാട്ടാരും വന്നു വീട്ടാരും വന്നു കേട്ടോരൊക്കെ വിരുന്നു വന്നു. അരിയുമായി ചുണ്ടലി വന്നു വിറകുമായി കാട്ടാന വന്നു വച്ചു വിളമ്പാൻ ഈച്ചയും വന്നു വേവ് നോക്കാൻ പൂച്ചയും വന്നു. പരിപ്പ് വെച്ചു പായസം വെച്ചു
പച്ചടി കിച്ചടി വേറെയും വെച്ചു, പരിപ്പ് വെച്ചു, പായസം വെച്ചു, പച്ചടി കിച്ചടി വേറെയും വെച്ചു, എനിക്കു മാത്രം കിട്ടിയില്ല. താങ്ക് യു മിസ്. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. മിസ് ഹാപ്പി ന്യൂ ഇയർ. ഇതേപോലെ ആയിരിക്കട്ടെ നമ്മുടെ ഈ ഒരു വർഷം അല്ലെ. എനിക്ക് മാത്രം കിട്ടിയില്ല എന്നല്ല, ഇതേപോലെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടക്കട്ടെ അല്ലെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. Happy New Year, ma'am. Happy New Year Thank to you, all my miss. dear friends. Happy New Year, ma'am.